ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ ഒറ്റ ദിവസം മലയാള സിനിമയിൽ 2 പ്രമുഖരുടെ കസേര തെറിച്ചു. ഗത്യന്തരമില്ലാതെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖുമാണ് രാജിവെച്ചത്. സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് രഞ്ജിത്ത് രാജി സമർപ്പിച്ചത്. ഓൺലൈൻ മീറ്റിംഗിന് പിന്നാലെ സിദ്ദിഖ് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് രാജിക്കത്തും കൈമാറി. തൊട്ടു പിന്നാലെ രാജിവെച്ച കാര്യം മാതൃഭൂമി ന്യൂസിലൂടെ സിദ്ദിഖ് സ്ഥിരീകരിക്കുകയും ചെയ്തു. നടനും MLA-യുമായ മുകേഷിനെതിരെ ആരോപണവുമായി കാസ്റ്റിംഗ് ഡയറക്ടറും രംഗത്ത് വന്നു. തിരുവനന്തപുരത്ത് നിന്നും R അനന്തകൃഷ്ണനും ഒപ്പം കൊച്ചിയിൽ നിന്നും S രാഗനും ചേരുകയാണ്. അനന്തനിലേക്ക് ആദ്യം പോകുന്നു. അനന്തൻ, ഈ ദിവസം പ്രധാനപ്പെട്ട 2 വിക്കറ്റുകളാണ് വീണിരിക്കുന്നത്. അതും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ മേൽ എന്നുള്ളതാണ്. ഒന്ന്, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒപ്പം ഔദ്യോഗികമായിട്ട് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഉള്ള 2 രാജികളാണ്. ഇത് എത്രത്തോളം സർക്കാരുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. എത്രത്തോളം സർക്കാരിന് രഞ്ജിത്തിന്റെ രാജിയിൽ മേൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? പ്രജീഷ്, സമീപകാലത്ത് സംസ്ഥാന സർക്കാരിനെ, പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ ഇത്രത്തോളം സമ്മർദ്ദത്തിലാക്കിയ മറ്റൊരു സംഭവം ഉണ്ടാകാനിടയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത്രത്തോളം ഭൂകമ്പം ഉണ്ടാകുമെന്ന് സർക്കാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആദ്യമുണ്ടായിരുന്ന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പ്രധാന ആരോപണം 4 വർഷമായി ഇത്രയും ഗൗരവമായ മൊഴികളിൽ അടയിരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യത്തിലും നിയമ നടപടി എടുത്തില്ല എന്നുള്ളതായിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന സംവിധായകൻ രഞ്ജിത്ത് അടക്കമുള്ള ആൾക്കാർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ലഭിച്ച ആത്മവിശ്വാസത്തിലാണ് കലാകാരികൾ രംഗത്ത് വരികയും ഇവർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കുകയും ചെയ്തത്. ഇതാണ് സർക്കാരിനെ പിടിച്ചുലച്ച് കളഞ്ഞത്. കാരണം ഈ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആളെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സാംസ്കാരിക വകുപ്പും മന്ത്രിയും ആദ്യം സ്വീകരിച്ചത്. അതോടുകൂടി വലിയ കോളിളക്കം സൃഷ്ടിക്കപ്പെട്ടു. CPM-നുള്ളിലും CPI-യും ഒക്കെ കടുത്ത നിലപാട് രഞ്ജിത്തിന് എതിരെ എടുക്കുകയും ചെയ്തു. ഏതായാലും ഇന്ന് രാവിലെയോടെ വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിനൊടുവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ശബ്ദ സന്ദേശമാണ് അയച്ചിരിക്കുന്നത്. അതിനപ്പുറം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല, രഞ്ജിത്ത് തിരുവനന്തപുരത്തുണ്ടോ വയനാടുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ല. ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് അതിൽ കൂടുതൽ ചർച്ചകളൊന്നും നടന്നിട്ടുമില്ല. ഏതായാലും രഞ്ജിത്ത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പുറത്തു വന്ന ശബ്ദരേഖയിലും തനിക്കെതിരായ ആരോപണം കള്ളമാണ്, അത് നിയമപരമായി തന്നെ നേരിടും, ആ തെളിയിക്കുന്നത് വരെ താൻ സ്ഥാനത്ത് നിന്ന് മാറുന്നു എന്നുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ രാജിയോടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. രഞ്ജിത്തിനെതിരെ നിയമ നടപടിയുമായി ശക്തമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ അടക്കമുള്ളവർ. ഇതേ അഭിപ്രായം CPM-നുള്ളിലുള്ള വനിതാ നേതാക്കൾ അടക്കമുള്ളവർക്കുണ്ട്. അതിനൊപ്പം തന്നെ CPI-ക്കും ആ നിലപാടുണ്ട്. അതുകൊണ്ട് ഇനി രഞ്ജിത്തിനെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ബംഗാളി താരം ശ്രീലേഖ മിത്ര ഇതുവരെ പരാതി നൽകില്ല എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നൊരു പരാതി ലഭിക്കാനും സാധ്യത കുറവാണ്. അപ്പോൾ ഇനി ഇതിൽ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ എന്താണ് ഇനി തുടർ നടപടി എന്നുള്ള കാര്യത്തിലാണ് സർക്കാരിൽ ആലോചന നടക്കുന്നത്. രഞ്ജിത്തിനെതിരെ നിയമ നടപടി വേണം. അതിനൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപിക്കപ്പെടുന്ന ആരോപണവുമായി ബന്ധപ്പെട്ട മൊഴികളിൽ നിയമ നടപടി വേണം. അതിൽ കുറ്റാരോപിത സ്ഥാനത്ത് നിൽക്കുന്നവർക്കെല്ലാം എതിരെ നിയമ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം കോടതിയുടെ പരിഗണനയിലാണ് എന്നുള്ളൊരു വാദം രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിന്മേൽ എന്തായാലും കുറച്ചുകൂടി നമുക്ക് ചിലപ്പോൾ കാത്തിരിക്കാം. പക്ഷേ ഈ സിദ്ദിഖിനെതിരായ ആരോപണത്തിന്മേൽ, കാരണം വളരെ ഗുരുതരമായ ആരോപണമാണ് ഇന്നുകൂടി ആ നടി നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്മേൽ എന്താണ് സർക്കാരിൻ്റെ നിലപാട്? അതീവ ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തലാണ് നടൻ സിദ്ദിഖിനെതിരെ വന്നത്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. മാത്രമല്ല, അങ്ങനെ ഒരു രാജിയോടെ കൂടി അവസാനിക്കുന്ന കേസല്ല അത്. മാതൃഭൂമി ന്യൂസിൻ്റെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ സിദ്ദിഖുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് നല്ലൊരു ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വലിച്ചു കീറുന്ന രീതിയിൽ സിദ്ദിഖിൻ്റെ ഒരുപക്ഷെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തനിനിറം പുറത്തു വരുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായത്. മാത്രമല്ല, തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടൽ, അത് തിരുവനന്തപുരത്തിൻ്റെ കണ്ണായ സ്ഥലത്ത് നിൽക്കുന്ന, നഗരമധ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ്. അവിടെ വെച്ച് തനിക്കെതിരെ ബലാത്സംഗ നീക്കം ഉണ്ടായി എന്ന് തന്നെയാണ് ആ
കലാകാരി മാതൃഭൂമി ന്യൂസിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു നിയമ നടപടി ഇല്ലാതെ ഒളിച്ചു കളിക്കാൻ സർക്കാരിന് കഴിയില്ല. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ച് ഒരു നിലപാടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ ബന്ധപ്പെടുമ്പോൾ പോലീസ് തലപ്പത്ത് നിന്ന് പറയുന്നത് നിലവിൽ ഈ സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുമൊക്കെ മൂന്നാം കക്ഷികളുടെ, അതായത് പുറത്തു നിന്നുള്ള ചില രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ പേരിലുള്ള പരാതികളാണ് നിലനിൽക്കുന്നത്. പരാതി ഉന്നയിക്കുന്നവർ ഇതുവരെ പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് എഫ്ഐആർ ഇടാൻ പറ്റില്ല എന്നുള്ള നിലപാടിലാണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതിനപ്പുറം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്ര ഗുരുതരമായ ഒരു ആരോപണങ്ങൾ പ്രധാനപ്പെട്ട രണ്ടു പേർക്കെതിരെ ഉയർന്നിട്ടും അതിൽ നിയമ നടപടി ഇല്ലെങ്കിൽ അത് മൊത്തം സ്ത്രീ സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഇടതുപക്ഷ സർക്കാർ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ മുന്നോട്ട് പോകണം എന്നൊരു ആവശ്യം ശക്തമാകുന്നുണ്ട്. അത് CPM-ലുമുണ്ട്, ഇടതുമുന്നണിക്ക് ഉള്ളിലുമുണ്ട്. അപ്പോൾ ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമാണ്. ഒരുപക്ഷെ ആ ആരോപണം ഉന്നയിച്ച കലാകാരി തന്നെ പരാതിയുമായി പോലീസിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ആ പരാതി വരുന്നത് കാത്തിരിക്കുകയാണ് പോലീസ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, കൊച്ചിയിലേക്ക് രാഗിൻ കൂടി ചേരുന്നുണ്ട്. രാഗിൻ, കാരണം കൊച്ചിയിൽ കേസ് നൽകപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, കാരണം വെച്ചാൽ സർക്കാരിനെ സംബന്ധിച്ചോളം ഇനിയിപ്പം കാത്തിരിക്കാൻ നടക്കില്ല. ഇന്നലെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒന്നും കേസെടുക്കാം. പക്ഷേ ഇപ്പോൾ രണ്ട് സുപ്രധാന വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വരുന്നത്. അതിന്മേൽ സർക്കാരിന് എന്തായാലും അടയിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് പരമയാഥാർത്ഥ്യമാണ്. ഇതിന്മേലുള്ള നടപടികൾ നേരത്തെ അനന്തൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലെ അതിൻ്റെ തുടർ നടപടികൾ വളരെ പ്രസക്തമാണ്. ഒപ്പം അമ്മയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഏത് രീതിയിലാണ് ഈ കാര്യങ്ങളെ വീക്ഷിക്കുന്നത്? കാരണം ജനറൽ സെക്രട്ടറി എന്ന പദം ഒഴിഞ്ഞതോടുകൂടി അമ്മയുടെ ആ ഒരു ഘടന തന്നെ ഇല്ലാതായി. ഇനിയിപ്പോൾ കൂടുതൽ പരാതികളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ നിൽക്കുകയാണോ? എന്തൊക്കെയാണ് രാഗിന് ഇതുമായി ബന്ധപ്പെട്ട് നിയമതലത്തിൽ നിന്നും അല്ലാതെയും ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജീഷ്, സിദ്ദിഖിന് മുന്നിൽ രാജിയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലുണ്ടായിട്ടുള്ള വിഷയമാണ്. ഒന്ന്, അമ്മ പ്രതികരിക്കാൻ വൈകി എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അമ്മ എന്ന സംഘടന തന്നെ പ്രതിരോധത്തിലാകുന്ന നിലയുണ്ടായിരുന്നു. മാത്രമല്ല, പ്രതികരണങ്ങൾ നടത്തിയപ്പോൾ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സിദ്ദിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. ഇതിനെതിരെ അമ്മയ്ക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. സിദ്ദിഖിന്റെ നിലപാടിനെ തള്ളി ജഗദീഷ് ഉൾപ്പെടെ രംഗത്ത് വരുന്ന സ്ഥിതിയും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, പല താരങ്ങളും ഈ സിദ്ദിഖിന്റെ നിലപാടിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സംഘടനയ്ക്കുള്ളിൽ. അതിന് പിന്നാലെയാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം സിദ്ദിഖിനെതിരെ ഉന്നയിക്കപ്പെട്ടത്. നടി തന്നെ ഇത്തരത്തിൽ രംഗത്ത് വന്ന് രേവതി സമ്പത്ത് തന്നെ ഇത്തരത്തിൽ മുന്നോട്ട് വന്ന് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി. അത് ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു. ഈ രണ്ട് വിഷയം കൂടി ആയതോടുകൂടി മറ്റു വഴി സിദ്ദിഖിന് മുന്നിൽ ഇല്ലാതെയായി എന്നതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, നമ്മൾ അല്പസമയം മുമ്പ് തന്നെ അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആ രാജിവെച്ചത് നന്നായി എന്നത് തന്നെയാണ്. മാത്രമല്ല, ഇത് സംഘടനയെ വലിയ ഡാമേജിലേക്ക് കൊണ്ടെത്തിക്കുമായിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു ഡാമേജ് ഒരു വശത്ത്, അതിന് പിന്നാലെ ഇതിന്റെ തലപ്പത്തുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖിനെതിരെ തന്നെ നേരിട്ട് ആരോപണം വന്നു. അതോടുകൂടി ആകെ പ്രതിരോധത്തിലായി. അങ്ങനെയാണ് പൊടുന്നനെ വേഗത്തിൽ തന്നെ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഉടൻ തന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തമ്മിൽ കൂടിയാലോചന നടത്തി. അങ്ങനെ മോഹൻലാലിന് ഈ രാജിക്കത്ത് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ രാജിക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്ന് പറയുന്നത് രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഡാമേജ് ഉണ്ടാക്കുമെന്നതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വൈകിയപ്പോൾ തന്നെ ആ ഡാമേജ് സംഘടനയ്ക്കുണ്ടായി. ആദ്യം സംഘടന ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ സംഘടനയുടെ തലപ്പത്തുള്ള ചിലർ ഉദ്ദേശിച്ചത്, സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ഒരു ഉദ്ദേശിച്ചതായി മനസ്സിലാക്കുന്നത് ഇത് പ്രതികരിക്കാതിരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കെട്ടടങ്ങുമെന്നതായിരുന്നു. പക്ഷേ അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. പ്രതികരിക്കാതിരിക്കുന്ന ഓരോ സമയവും ഓരോ നിമിഷവും വലിയ ഡാമേജ് സംഘടനയ്ക്ക് ഉണ്ടാക്കി. അതിന് പിന്നാലെയാണ് മറ്റൊരു വിഷയം കൂടി കടന്നു വന്നത്. അത് നേരിട്ട് സിദ്ദിഖിനെ ബാധിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ പൊടുന്നനെ ഒരു നടപടിയിലേക്ക് തന്നെ പോയി അത് രാജിക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സാങ്കേതികത്വത്തിനൊക്കെ അപ്പുറം, അതായത് തേർഡ് പാർട്ടിയാണ് ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആ സാങ്കേതികത്വത്തിനൊക്കെ അപ്പുറം ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ പോകാവുന്നതാണ്. അതിൽ എന്ത് നിലപാട് സ്വീകരിക്കും സർക്കാരും പോലീസും എന്ന് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും അത്തരം നടപടികളിലേക്ക് പോകുമ്പോൾ സിദ്ദിഖിന് അത് നിയമപരമായി തന്നെ നേരിടേണ്ടതായിട്ടും വരും. എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇനി അവൈലബിൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി
ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ സിദ്ദിഖുമായി ബന്ധപ്പെട്ട വിഷയം, ഇതുൾപ്പെടെ സംഘടനയ്ക്ക് ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നത് ജനറൽ ബോഡി അടക്കം ഉടൻ തന്നെ വിളിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ചും ഇത്ര നാൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് ഒരു ആധികാരികതയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അത് ഹരീഷ് പെരേരയുടെ വാക്കുകളും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അംഗങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കും എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതായിട്ടാണ് ഉള്ളതാണ്. എന്തായാലും അമ്മയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാവും കാര്യങ്ങൾ എന്ന് തീർച്ചയാണ്.